നമസ്കാരം. മിഡ് ഈസ്റ്റ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. UAE-യിൽ പണപ്പെരുപ്പ നിരക്ക് വർദ്ധിക്കുന്നു. 2017 ജനുവരിയിൽ നിരക്ക് 2.3% ഉയർന്നു. വിവിധ തുറകളിൽ ജീവിത ചെലവ് വർദ്ധിപ്പിച്ചത് പണപ്പെരുപ്പത്തിലും പ്രതിഫലിച്ചതായി റിപ്പോർട്ട്. UAE-യിൽ സ്വകാര്യ സ്കൂളുകളിലെ ബസ് നിരക്ക് വർദ്ധിപ്പിക്കുന്നു. സ്കൂൾ ട്രാൻസ്പോർട്ട് സർവീസ് നിരക്ക് പ്രതിമാസം 40 ദിർഹം വരെ കൂട്ടി. തീരുമാനം സ്കൂളുകൾ ഫീസ് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ. UAE-യിൽ കനത്ത മഴ നാളെയും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മഴയെ തുടർന്ന് UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ വാഹനാപകടങ്ങൾ. വാഹനങ്ങളുടെ വേഗം കുറയ്ക്കണമെന്ന് ട്രാഫിക് വിഭാഗം. കുവൈത്തിലെ അബ്ബാസിയയിൽ മലയാളി നഴ്സ് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വഴിത്തിരിവ്. പിന്നിൽ യുവതിയുടെ ഭർത്താവിന്റെ സഹപ്രവർത്തകനായ തമിഴ്നാട് സ്വദേശിയെന്ന സൂചന. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായി യുവതിയുടെ ഭർത്താവ്. ദമാം വിമാനത്താവളം കമ്പനിയാക്കി സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കും. പദ്ധതിക്ക് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അനുമതി. സ്വകാര്യ മേഖലയിലാകുന്നത് കിങ് ഫഹദ് വിമാനത്താവളവും അനുബന്ധ സ്ഥാപനങ്ങളും. മിഡ് ഈസ്റ്റ് അവർ വിശദമായി. നടപ്പ് വർഷത്തിൽ ദുബായ് ഉൾപ്പെടെ UAE എമിറേറ്റുകളിൽ ജീവിത ചെലവിലുണ്ടായ വർധന പണപ്പെരുപ്പ നിരക്കിനെയും ബാധിച്ചതായി റിപ്പോർട്ട്. 2017 ജനുവരിയിൽ പണപ്പെരുപ്പ തോത് 2.3% ഉയർന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വിവിധ തുറകളിലെ ജീവിത ചെലവ് വർദ്ധിച്ച സാഹചര്യമാണ് പണപ്പെരുപ്പത്തിലും പ്രതിഫലിക്കുന്നത്. ഉപഭോക്തൃ വിലസൂചികയിലും പോയ മാസം വർധന തന്നെയാണുള്ളത്. ആരോഗ്യ സേവനം, വിദ്യാഭ്യാസം, ഗതാഗതം എന്നിവയ്ക്ക് പുറമെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മേഖലയിൽ നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ മാത്രം 5.7% വർധനയാണുള്ളത്. വിദ്യാഭ്യാസം, ഗതാഗതം എന്നീ തുറകളിലാകട്ടെ 4.5% ചെലവ് ഉയർന്നിരിക്കുന്നത്. കെട്ടിട വാടകയിൽ 2.3% വർധനയുണ്ട്. ഗാർഹിക ഉപകരണങ്ങളുടെ ചെലവും വർദ്ധിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലാണ് ഓരോ വർഷവും ചെലവ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നതെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. ദുബൈയിലെ മിക്ക വിദ്യാലയങ്ങളിലും നടപ്പ് വർഷം 2.5 മുതൽ 5% വരെ ഫീസ് വർധനയ്ക്ക് അധികൃതർ അനുമതി നൽകിയിട്ടുണ്ട്. എന്നിരിക്കെ പ്രവാസികളായ മധ്യവർഗത്തിന്റെ കുടുംബ ബജറ്റ് വീണ്ടും താളം തെറ്റുമെന്നുറപ്പ്. ഉപഭോക്തൃ വില സൂചികയിൽ 3.8% വർധനവാണ് ദുബൈക്കുള്ളത്. ഫുജൈറ, അജ്മാൻ, അബുദാബി എന്നിവയാണ് തുടർ സ്ഥാനങ്ങളിൽ. എന്നാൽ ഷാർജ ഉൾപ്പെടെ മറ്റു എമിറേറ്റുകളിലെ സൂചികയിൽ വെറും 1.5% വർധന മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മീഡിയ വൺ, ദുബൈ. UAE-യിൽ സ്വകാര്യ സ്കൂളുകൾ ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ സ്കൂൾ ബസ്സുകളുടെ നിരക്കും കൂടുന്നത് രക്ഷിതാക്കളെ വലയ്ക്കുന്നു. രാജ്യത്തെ പ്രമുഖ സ്കൂൾ ബസ് നടത്തിപ്പുകാരായ സ്കൂൾ ട്രാൻസ്പോർട്ട് സർവീസസ് ആണ് 40 ദിർഹം വരെ പ്രതിമാസം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. UAE-യിലെ 65 സ്കൂളുകളിൽ പഠിക്കുന്ന 72,000 വിദ്യാർത്ഥികളാണ് STSന്റെ സേവനം ആശ്രയിക്കുന്നത്. 1800 ബസ്സുകളാണ് ഇവർക്കുള്ളത്. കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് 440 ദിർഹമാണ് പ്രതിമാസം ഫീസ്. നടത്തിപ്പ് ചെലവിൽ വന്ന വർധനവാണ് ഫീസ് നിരക്കിൽ മാറ്റം വരുത്താൻ നിർബന്ധിതമാക്കിയതെന്ന് STS വിശദീകരിക്കുന്നു. നിരക്ക് വർദ്ധിപ്പിച്ചെങ്കിലും മുൻപ് ലഭിച്ചതിനേക്കാൾ മികച്ച സൗകര്യങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നാണ് രക്ഷിതാക്കളിൽ പലരുടെയും അഭിപ്രായം. എന്നാൽ കൺട്രോൾ റൂമിലിരുന്ന് ബസ്സുകൾ നിരീക്ഷിക്കുന്നതുൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കാൻ സ്ഥാപനം ഏറെ പണം മുടക്കിയതായും നടത്തിപ്പുകാർ പറയുന്നു. അതേസമയം മുൻപെങ്ങുമില്ലാത്തത്ര വർധന വരുത്തിയതോടെ ഇതിന് വക കണ്ടെത്താൻ വഴിയില്ലാതെ വിഷമിക്കുകയാണ് പ്രവാസി കുടുംബങ്ങൾ. മീഡിയ വൺ, ദുബായ്. ദുബായ് ഉൾപ്പെടെ UAE-യുടെ എല്ലാ ഭാഗങ്ങളിലും മഴ പെയ്തു. നാളെയും മഴ തുടർന്നേക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. വർഷകാലത്ത് കേരളത്തിലെത്തിയ പ്രതീതി സൃഷ്ടിക്കുമാറുള്ള കാലാവസ്ഥയായിരുന്നു വെളുപ്പിനും ഉച്ചതിരിഞ്ഞും UAE-യിലെങ്ങും. നാടിന്റെ തണുപ്പും കുളിരും പ്രവാസി മലയാളികളെ ഓർമ്മിപ്പിക്കുന്ന മാറ്റം. രാത്രിയും ചിലയിടങ്ങളിലൊക്കെ മഴ നന്നായി തുടർന്നു. മാറിയ കാലാവസ്ഥ ആഹ്ലാദകരമായ അവസ്ഥ സമ്മാനിച്ചെങ്കിൽ പുറത്തിറങ്ങിയവർ ശരിക്കും പ്രയാസപ്പെട്ടു. പാതകളിൽ വെള്ളം നിറഞ്ഞത് കാരണം വാഹനഗതാഗതം പലയിടത്തും മന്ദഗതിയിലായിരുന്നു. വെളുപ്പിനെ തന്നെ പ്രതികൂല കാലാവസ്ഥയുടെ സൂചന പ്രകടമായിരുന്നു. ഉച്ചയോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സാമാന്യം നല്ല തോതിൽ തന്നെ മഴ ലഭിച്ചു. തീരപ്രദേശങ്ങളിൽ കാറ്റും ഇടിയുമുണ്ടായി. കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം മാറിയ കാലാവസ്ഥ ആസ്വദിക്കാൻ പുറത്തിറങ്ങി. ഫുജൈറയിലും മറ്റും മലമുകളിൽ നിന്നുള്ള ജലപ്രവാഹം കാണാനും ആളുകളെത്തി. 2 ദിവസമായി മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു രാജ്യത്തെങ്ങും. കാലാവസ്ഥാ മാറ്റം താപനിലയും ഗണ്യമായി കുറയ്ക്കാൻ സഹായകമായിട്ടുണ്ട്. മീഡിയ വൺ, ദുബൈ. മഴയെ തുടർന്ന് UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ വാഹന അപകടങ്ങളുമുണ്ടായി. ദുബൈയിൽ മാത്രം 1 ഡസനിലേറെ അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്ന് ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകി.
രക്തസാക്ഷികളുടെയും യുദ്ധ തടവുകാരുടെയും സ്മരണ പുതുക്കി കുവൈത്ത് 26ാമത് വിമോചന ദിനം ആഘോഷിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. അൽ ഖുറൈൻ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി കുവൈത്ത് പ്രത്യേക പൈതൃക ചാനൽ തുടങ്ങി. ഇറാഖ് അധിനിവേശത്തിൽ നിന്നും മോചിതരായതിന്റെ 26ാം വാർഷിക ദിനമാണ് ഇന്ന് കുവൈത്ത് ജനത ആഘോഷിച്ചത്. സാൽമിയിലെ ഷേഖ് ജാബിർ പൈതൃക ഗ്രാമത്തിൽ യുവജനകാര്യ മന്ത്രാലയം വിമോചന ദിനത്തിൽ പ്രത്യേക കാർണിവൽ സംഘടിപ്പിച്ചിരുന്നു. ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രമായ ഗൾഫ് സ്ട്രീറ്റിൽ ഉച്ചമുതൽ തന്നെ വൻ ജനത്തിരക്ക് അനുഭവപ്പെട്ടു. അധിനിവേശകാലത്ത് കൊല്ലപ്പെട്ടവരുടെയും കാണാതായവരുടെയും ബന്ധുക്കൾ ഖുറൈൻ മ്യൂസിയത്തിൽ ഒത്തുചേർന്നു. രാജ്യത്തിനു വേണ്ടി പൊരുതി മരിച്ച ഖുറൈൻ രക്തസാക്ഷികളുടെ ഓർമ്മക്കായി കുവൈത്ത് വാർത്താവിതരണ മന്ത്രാലയം പ്രത്യേക ടെലിവിഷൻ ചാനൽ ആരംഭിച്ചു. അൽ ഖുറൈൻ എന്ന് പേരിട്ടിരിക്കുന്ന ചാനലിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും പരിചയപ്പെടുത്തുന്ന പരിപാടികളാണ് ഉണ്ടാവുകയെന്ന് അധികൃതർ അറിയിച്ചു. ദേശീയ വിമോചന ദിനങ്ങൾ ആഘോഷിക്കുന്ന കുവൈത്ത് ജനതക്കും ഭരണാധികാരികൾക്കും വിവിധ ലോക നേതാക്കൾ ആശംസകൾ നേർന്നു. രാഷ്ട്രപതി പ്രണബ് മുഖർജി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ കുവൈത്ത് അമീറിന് ആശംസാ സന്ദേശം അയച്ചു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തിലെ അബ്ബാസിയയിൽ മലയാളി നഴ്സിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. ആക്രമണത്തിന് പിന്നിൽ യുവതിയുടെ ഭർത്താവിന്റെ കൂടെ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശിയാണെന്നാണ് നിഗമനം. കൃത്യം നടത്തിയ ശേഷം ഇയാൾ നാട്ടിലേക്ക് കടന്നതായി സംശയിക്കുന്നു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായി യുവതിയുടെ ഭർത്താവ് പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അബ്ബാസിയയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് കോട്ടയം സ്വദേശിനിയായ നഴ്സിന് കുത്തേറ്റത്. അബ്ബാസിയയിൽ അടുത്ത കാലത്തായി ഇന്ത്യക്കാർക്കെതിരെ നിരന്തരമായുണ്ടാകുന്ന കവർച്ചാശ്രമങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു നഴ്സ് ആക്രമിക്കപ്പെട്ട സംഭവം വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ കുത്തേറ്റ യുവതിയുടെ ഭർത്താവുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തമിഴ്നാട് സ്വദേശി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ആക്രമണമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. യുവതിയുടെ ഭർത്താവ് ബിജോയ്ക്ക് ബാപ്തേൻ കമ്പനിയിലാണ് ജോലി. ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശിയായ പ്രഭാകരൻ എന്നയാളിൽ നിന്ന് ബിജോയ് പണം കടം വാങ്ങിയിരുന്നു. പണം തിരികെ നൽകിയെങ്കിലും കൂടുതൽ പലിശ നൽകണമെന്നാവശ്യപ്പെട്ട് 1-2 തവണ ഇയാൾ തന്നെ ഭീഷണിപ്പെടുത്തിയതായി ബിജോയ് പറഞ്ഞു. അക്രമി മുഖം മറച്ചിരുന്നെങ്കിലും പ്രഭാകരനുമായി രൂപസാദൃശ്യമുള്ളതായി ആരോഗ്യനില വീണ്ടെടുത്ത ശേഷം തന്റെ ഭാര്യ സംശയം പ്രകടിപ്പിച്ചിരുന്നതായും ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരോടും ഇന്ത്യൻ സ്ഥാനപതിയോടും സൂചിപ്പിച്ചതായും ബിജോയ് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇക്കാര്യം പുറത്തു പറയാതിരുന്നത്. തന്റെ ഭാര്യയെ ആക്രമിച്ചത് കൂടെ ജോലി ചെയ്യുന്ന പുരുഷ നഴ്സാണ് എന്ന രീതിയിൽ ചിലർ ഫേസ്ബുക്കിൽ നൽകിയ വാർത്ത തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണെന്നും ബിജോയ് പറഞ്ഞു. സ്വന്തം താമസ സ്ഥലത്ത് യുവതി ആക്രമിക്കപ്പെട്ടത് അബ്ബാസിയയിലെ പ്രവാസി സമൂഹത്തെ മൊത്തത്തിൽ ആശങ്കയിലാക്കിയിരുന്നു. പ്രശ്നത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇടപെടുകയും എംബസിയോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഒമാനിലെ സലാലയിൽ കുത്തേറ്റ് മരിച്ച മലയാളി നഴ്സിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഇടുക്കി സ്വദേശി ഷെബിൻ ഈ മാസം 16-നാണ് കൊല്ലപ്പെട്ടത്. കവർച്ചാ സംഘത്തിന്റെ ആക്രമണത്തിലാണ് ഷെബിൻ കൊല്ലപ്പെട്ടതെന്നാണ് സംശയം. ഒമാനിലെ സലാലയിലെ താമസ സ്ഥലത്ത് ഈ മാസം 16-നാണ് ഷെബിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താമസ സ്ഥലത്ത് കവർച്ചയ്ക്കെത്തിയ സംഘത്തിന്റെ കുത്തേറ്റാണ് ഷെബിൻ മരിച്ചതെന്നാണ് സംശയിക്കുന്നത്. സലാല വഹദ് അൽഷിഫ മെഡിക്കൽ കോംപ്ലക്സിലെ നേഴ്സായി ജോലി നോക്കുകയായിരുന്നു ഷെബിൻ. രാവിലെ 7 മണിക്ക് ഒമാൻ എയർലൈൻസ് വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിച്ച ഷെബിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. മകളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സഹായം തേടിയെങ്കിലും ലഭിച്ചില്ലെന്ന് ഷെബിന്റെ പിതാവ് തമ്പി കുറ്റപ്പെടുത്തി. പക്ഷേ ഒരു സ്ഥലത്തുനിന്നും നമുക്ക് അതിനുള്ള റിപ്ലൈയോ അല്ലെങ്കിൽ അവർ നമ്മളുടെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്തിരുന്നത്. പക്ഷേ ആരും ആ കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന നൽകിയില്ല എന്നുള്ളതൊരു പരാതിയായിട്ട് ഒരു സങ്കടമായിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു വേദനയിരിക്കുന്ന ഒരു കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള സഹായങ്ങളും കിട്ടിയിട്ടില്ല ഇതുവരെ. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ജീവ സബാഷിനെ ഒമാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും 5 ദിവസത്തിനു ശേഷം വിട്ടയച്ചിരുന്നു. യഥാർത്ഥ പ്രതികൾ പിടിയിലാകുന്നതുവരെ രാജ്യം വിടരുതെന്ന് ജീവയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മീഡിയ 1, കൊച്ചി. റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 7 മാസമായിട്ടും കുറ്റപത്രം നൽകാതെ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന് കുട്ടിയുടെ പിതാവ് ആരോപിച്ചു. വടകര ചെരണ്ടത്തൂരിലെ MHES കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ഹസ്നാസിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ പോലീസ് സഹായിക്കുകയാണെന്ന് ഖത്തർ പ്രവാസികളായ ബന്ധുക്കൾ ആരോപിച്ചു. 7 മാസം മുമ്പാണ് വടകര ചെരണ്ടത്തൂരിലെ MHES കോളേജിലെ BSc മൈക്രോബയോളജി 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ഹസ്നാസ് ആത്മഹത്യ ചെയ്തത്. കോളേജ് മാനേജ്മെന്റിന്റെ മൗനാനുവാദത്തോടെ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനിരയായാണ് തന്റെ മകൾ ജീവനൊടുക്കിയതെന്ന് പിതാവ് ഖത്തറിലെ ഹമദ് ആശുപത്രി ജീവനക്കാരനായ തോടന്നൂർ തയ്യുള്ളതിൽ ഹമീദ് പറഞ്ഞു. മാനേജ്മെന്റോ രാഷ്ട്രീയ പാർട്ടികളോ പോലീസോ തങ്ങളെ കാര്യമായി സഹായിച്ചിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു മരണമായിട്ട് പോലും 3 മാസമായിട്ടും അത്തരത്തിലൊരു നീതി എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത്. ഞാൻ എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ടും ബന്ധപ്പെട്ടു ഈ വിഷയമായിട്ട്. പക്ഷേ ഇവിടുന്നും 7 മാസം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലും
പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രി ടി.പി. രാമകൃഷ്ണനും സ്ഥലം എം.എൽ.എ ആയ പാറക്കൽ അബ്ദുള്ളയും ആദ്യഘട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് ഇതുവരെ അവർ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെയും വി.എസ്. അച്യുതാനന്ദനെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും പിതാവ് കുറ്റപ്പെടുത്തി. ഖത്തർ പ്രവാസിയായ താൻ ഇന്ത്യൻ എംബസിയിൽ നൽകിയ പരാതിയിലും നടപടിയുണ്ടായില്ല. നീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ 7 മാസമായി നിയമപോരാട്ടം തുടരുമ്പോഴും പോലീസ് ഇതുവരെ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല എന്നതാണ് ബന്ധുക്കളെ വേദനിപ്പിക്കുന്നത്. മീഡിയ 1 ദോഹ. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശന നറുക്കെടുപ്പ് നടന്നു. LKG, UKG ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് രക്ഷിതാക്കളാണ് സ്കൂളിലെത്തിയത്. പുതിയ അധ്യയന വർഷത്തേക്ക് LKG ക്ലാസുകളിലേക്ക് 1611 അപേക്ഷകളാണ് ലഭിച്ചത്. ഇവരിൽ നിന്നും 670 പേർക്ക് നറുക്കെടുപ്പിലൂടെ അഡ്മിഷൻ ലഭിച്ചു. 470 വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഷിഫ്റ്റിലേക്കും 200 വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിലേക്കുമാണ് പ്രവേശനം നൽകിയത്. 150 പേരെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്കും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒഴിവുവരുന്ന സീറ്റുകൾക്കനുസരിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും മുൻഗണനാ ക്രമപ്രകാരം പ്രവേശനം അനുവദിക്കും. LKGയിലേക്കുള്ള അപേക്ഷകളോടൊപ്പം UKG ക്ലാസുകളിലേക്കുള്ള വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നതിനുള്ള അപേക്ഷകളും നേരത്തെ ക്ഷണിച്ചിരുന്നു. 1000-ലധികം അപേക്ഷകളാണ് ഇതിന് ലഭിച്ചത്. എന്നാൽ ഇവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 100 കുട്ടികളെ മാത്രമാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. മറ്റു ക്ലാസുകളിലേക്ക് പുതിയ പ്രവേശനം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഈ LKGയും UKGയും മാത്രമാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. ഇനി ഭാവിയിൽ മിനിസ്ട്രിയായിട്ടും മന്ത്രാലയവുമായിട്ടും അതുപോലെ നമ്മുടെ പേട്രനായിട്ടുള്ള അംബാസിഡറായിട്ടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾക്ക് കിട്ടിയ TCയുടെ എണ്ണമൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കും നമുക്ക് മറ്റുള്ള ക്ലാസ്സുകളിലേക്ക് എന്തെങ്കിലും അഡ്മിഷൻ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ ഞങ്ങൾക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കോൺസുലേറ്റിലെ വൈസ് കോൺസുൽ സുനിൽ ദന്തിയാലിന്റെയും ചെയർമാൻ മുഹമ്മദ് ഇക്ബാൽ ഉൾപ്പെടെയുള്ള സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ് നടന്നത്. 2000-ഓളം രക്ഷിതാക്കളും തെരഞ്ഞെടുപ്പ് വീക്ഷിക്കാനെത്തിയിരുന്നു. സീറ്റിനു വേണ്ടിയുള്ള അപേക്ഷകളുടെ തിരക്ക് പരിഗണിച്ച് പ്രവേശന നടപടികൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിൽ നറുക്കെടുപ്പ് നടത്തിവരുന്നത്. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. വാഹന രജിസ്ട്രേഷൻ പുതുക്കാൻ ഉടമയുടെ മറ്റു വാഹനങ്ങൾക്കുള്ള ഗതാഗത പിഴകളും അടയ്ക്കണമെന്ന നിബന്ധന അബുദാബി പോലീസ് എടുത്തുകളഞ്ഞു. ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കാൻ ആ വാഹനത്തിനുള്ള പിഴകൾ മാത്രം അടച്ചാൽ മതി. ഒരേ ഡ്രൈവിംഗ് ലൈസൻസിൽ ഒന്നിലധികം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തവർക്ക് സഹായകമാകുന്നതാണ് നടപടി. ചൂടുള്ള ഭക്ഷണം പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ വിതരണം ചെയ്യുന്നതിന് ഷാർജയിൽ വിലക്ക്. പകരം കടലാസിൽ പൊതിഞ്ഞു നൽകണം. പ്ലാസ്റ്റിക് കവറുകളിൽ നൽകുന്ന ഭക്ഷണങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി കണ്ടെത്തിയിരുന്നു. ചൂടാറിയ ശേഷം ഭക്ഷണം പ്ലാസ്റ്റിക് കവറുകളിലേക്ക് മാറ്റി നൽകാമെന്ന് അധികൃതർ വ്യക്തമാക്കി. വാർത്തകൾ തുടരുന്നു. ദമാം വിമാനത്താവളം കമ്പനിയാക്കി സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കാൻ സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അംഗീകാരം നൽകി. ഗതാഗത വകുപ്പ് മന്ത്രിയും അതോറിറ്റി മേധാവിയുമായ സുലൈമാൻ അബ്ദുള്ള അൽ ഹംദാന്റെ അധ്യക്ഷതയിൽ റിയാദിൽ ചേർന്ന യോഗമാണ് കിങ് ഫഹദ് വിമാനത്താവളവും അനുബന്ധ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. സൗദിയിലെ നിക്ഷേപ സംരംഭങ്ങളും വിമാനത്താവളങ്ങളും സ്വകാര്യവൽക്കരിക്കാൻ സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദമാം വിമാനത്താവളം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ തീരുമാനം. ഉപഭോക്താക്കളുടെയും യാത്രക്കാരുടെയും അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ഇതനുസരിച്ച് ഏവിയേഷൻ അതോറിറ്റി നിയമാവലിയിൽ ആവശ്യമായ ഭേദഗതി വരുത്താനും ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. അതോറിറ്റിയുടെ കീഴിലുള്ള നിക്ഷേപ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനത്തിന്റെ പുരോഗതി യോഗം വിലയിരുത്തി. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി രാജ്യത്തെ ഇതര വിമാനത്താവളങ്ങളും വിവിധ സ്വകാര്യ കമ്പനികളായി മാറ്റാനും അതോറിറ്റിക്ക് ഉദ്ദേശമുണ്ട്. നിലവിൽ മദീന വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് സ്വകാര്യ കമ്പനിക്കാണ്. മീഡിയ 1, റിയാദ്. നവലോകം സ്ത്രീ ഇസ്ലാം എന്ന പ്രമേയത്തിൽ മാർച്ച് 3-ന് ഖത്തറിൽ സംഘടിപ്പിക്കുന്ന വനിതാ സമ്മേളനം ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ അമീന ഉദ്ഘാടനം ചെയ്യും. തവാസുൽ യൂറോപ്പ് ഡയറക്ടർ സെബ്രീന ലേ സമ്മേളനത്തിൽ മുഖ്യാതിഥിയാകും. അബ്ദുല്ല ബിൻ മഹ്മൂദ് ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഖത്തറിൽ ആദ്യമായി നടക്കുന്ന വിപുലമായ വനിതാ സമ്മേളനം മാർച്ച് 3-ന് വൈകുന്നേരം 6 മുതൽ വക്ര സ്പോർട്സ് ക്ലബ്ബിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തറിൽ നിന്നുള്ള പ്രമുഖ വനിതാ വ്യക്തിത്വങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി കേരള പബ്ലിക് റിലേഷൻസ് സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3000-ഓളം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന സമ്മേളനത്തിൽ തവാസുൽ യൂറോപ്പ് ഡയറക്ടർ സബ്രീന ലൈ, GIO സംസ്ഥാന പ്രസിഡന്റ് പി റുക്സാന എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന വനിതാ മാഗസിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. പരിപാടിയിൽ പങ്കെടുക്കുന്ന വനിതകൾക്കായി ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വാഹന സൗകര്യം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കുട്ടികൾക്കായി സമ്മേളന നഗരിയിൽ മലർവാടി കിഡ്സ് കോർണർ ഒരുക്കും. ദോഹയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വനിതാ സമ്മേളന സ്വാഗത സംഘം ചെയർപേഴ്സൺ നഫീസത്ത് ബീവി,
വൈസ് ചെയർപേഴ്സൺമാരായ മെഹർബാൻ KC നസീമ ടീച്ചർ, ജനറൽ കൺവീനർ സറീന ബഷീർ, പ്രോഗ്രാം കൺവീനർ ത്വയ്യിബ അർഷദ്, മീഡിയ കൺവീനർ സുലൈഖ ബഷീർ, ഷഫീന സിറാജ് എന്നിവർ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. മലയാള ഭാഷയ്ക്ക് പ്രവാസികൾ നൽകുന്ന സംഭാവന ഏറെ വിലപ്പെട്ടതാണെന്ന് ഡോക്ടർ ജോർജ് ഓണക്കൂർ. രമണി വേണുഗോപാൽ രചിച്ച തൊണ്ടത്താക്കോൽ എന്ന നോവൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യ കോപ്പി UAE എക്സ്ചേഞ്ച് CMO ഗോപകുമാർ ഭാർഗവൻ ഏറ്റുവാങ്ങി. പുന്നക്കൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. നാസർ ബേപ്പൂർ പുസ്തക പരിചയം നടത്തി. ഹാർമണി ജുബൈൽ സംഗീത സന്ധ്യ ഖയാലൊരുക്കി. സിനിമാ പിന്നണി ഗായകൻ മുഹമ്മദ് വക്കീൽ സംഗീത സന്ധ്യയ്ക്ക് നേതൃത്വം നൽകി. ഗുലാം അലിയുടെയും മേദി ഹസന്റെയും എക്കാലത്തെയും മികച്ച ഗസലുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഖയാൽ. സൂഫി ധാരയിൽപ്പെട്ട പാട്ടുകൾ കൂടി ചേർന്നപ്പോൾ പ്രണയവും വിരഹവും പ്രത്യാശയുമെല്ലാം ചേർന്ന അനുഭൂതിയായിരുന്നു ഗസലുകൾ സമ്മാനിച്ചത്. പരിപാടിക്ക് നൂഹ് പാപ്പിനിശ്ശേരി, സഫൈർ മുഹമ്മദ്, കൃഷ്ണമൂർത്തി, വിൽസൺ, നജീബ് വക്കം എന്നിവർ നേതൃത്വം നൽകി. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ മലേഷ്യൻ പര്യടനം തുടങ്ങി. കുലാലംപൂരിലെത്തിയ രാജാവിന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. ഒരു മാസത്തിലേറെ നീളുന്ന 7 ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള പര്യടനത്തിനാണ് ഇതോടെ തുടക്കമായത്. കിരീടാവകാശി മുഹമ്മദ് ബിൻ നായിഫിനാണ് താൽക്കാലിക ഭരണ ചുമതല. കുലാലംപൂരിലെത്തിയ സൽമാൻ രാജാവിനെ പ്രധാനമന്ത്രി മുഹമ്മദ് നജീബ് അബ്ദുറസാഖും പ്രതിരോധ മന്ത്രി ഹിഷാമുദ്ദീൻ ഹുസൈനും ചേർന്ന് വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. മലേഷ്യയിലെ സൗദി അംബാസഡർ ഫഹദ് അബ്ദുള്ള അൽ റഷീദും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. മലേഷ്യൻ പാർലമെന്റ് മന്ദിരത്തിലെത്തിയ രാജാവിനെ മലേഷ്യൻ രാജാവ് മുഹമ്മദ് അഞ്ചാമനും സംഘവും ചേർന്ന് ഔപചാരിക ബഹുമതികളോടെ സ്വീകരിച്ചു. 21 ആചാരവെടികളോടെയായിരുന്നു സ്വീകരണം. തുടർന്ന് അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സൗദി ഭരണാധികാരി മലേഷ്യ സന്ദർശിക്കുന്നത്. സൽമാൻ രാജാവിന്റെ ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക, വാണിജ്യ, സുരക്ഷാ രംഗത്തെ നിരവധി സഹകരണ കരാറുകൾ അടുത്ത ദിവസം ഒപ്പുവെക്കും. സാംസ്കാരിക വാർത്താവിനിമയ മന്ത്രി ഡോക്ടർ ആദിൽ അബ്ദുറഫി, ഊർജ്ജ വ്യവസായ മന്ത്രി എഞ്ചിനീയർ ഖാലിദ് അൽ ഫാലിഹ്, തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ അലി അൽ ഗഫീസ്, ഇസ്ലാമിക കാര്യമന്ത്രി ഷെയ്ഖ് സാലിഹ് അബ്ദുൽ അസീസ് തുടങ്ങി വലിയൊരു ഉന്നതതല സംഘം സൽമാൻ രാജാവിനെ അനുഗമിക്കുന്നുണ്ട്. ഇന്തോനേഷ്യ, ബ്രൂണൈ, ജപ്പാൻ, ചൈന, മാലിദ്വീപ്, ജോർദാൻ എന്നീ രാജ്യങ്ങളും സൽമാൻ രാജാവ് സന്ദർശിക്കും. അസർപുളിൽ മീഡിയ 1 റിയാദ്. റിയാദ് അൽ ഗസീം റൂട്ടിൽ ട്രെയിൻ ഗതാഗതം ആരംഭിച്ചു. റിയാദിൽ രാവിലെ 10 മണിക്കാണ് യാത്രാവണ്ടിയുടെ ചൂളം വിളി ഉയർന്നത്. സൗദി പൊതുഗതാഗതത്തിന് പുത്തൻ ഉണർവ് പകർന്നാണ് തെക്ക് വടക്ക് പാതയിൽ ട്രെയിൻ ഗതാഗതം ആരംഭിച്ചത്. സൗദി റെയിൽവേ വികസനത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച് റിയാദിൽ നിന്നും അൽ ഖസീമിലേക്കാണ് ആദ്യ ട്രെയിൻ യാത്ര നടത്തിയത്. കിങ്കാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം തുമാമ റൂട്ടിൽ പുതുതായി പണി കഴിപ്പിച്ച റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ലളിതമായ ചടങ്ങിൽ സൗദി റെയിൽവേ ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഡോക്ടർ റമീഹ് ബിൻ മുഹമ്മദ് റമീഹ് ആദ്യ ഓട്ടത്തിന് പതാക വീശി. മധുരപലഹാരവും പൂക്കളും നൽകിയാണ് യാത്രക്കാരെ സ്വീകരിച്ചത്. റെയിൽവേ കമ്പനി അധികൃതരും ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ 320 യാത്രക്കാരാണ് ഖസീമിലേക്കുള്ള ആദ്യ യാത്ര നടത്തിയത്. 12:30 ഖസീമിലെത്തിയ ട്രെയിൻ വൈകിട്ട് 3 റിയാദിലേക്ക് തിരികെ യാത്ര തിരിച്ചു. റിയാദിലേക്കുള്ള മടക്കയാത്രയിൽ സൗദി കുടുംബങ്ങളടക്കം 200ഓളം പേരാണ് ഉണ്ടായിരുന്നത്. കൃത്യസമയം പാലിച്ച് ആദ്യ സർവീസ് വിജയകരമായിരുന്നു. It's marked the beginning of a new exciting journey. Passenger services running to Qasim, calling at Majma. A 2 hours 30 journey at 200 kilometers per hour. It went really well. We were very pleased with it. Our customers were very pleased with the service. 2 ഡീസൽ എഞ്ചിനും 7 കോച്ചുകളുമുള്ള ട്രെയിനിൽ 440 പേർക്ക് യാത്ര ചെയ്യാം. ആദ്യഘട്ടത്തിൽ ഒറ്റ ട്രെയിൻ മാത്രമാണ് സർവീസ് നടത്തുന്നത്. രാവിലെ 10 റിയാദിൽ നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:30 ഖസീമിലെത്തും. ഉച്ച കഴിഞ്ഞ് 3 അവിടെ നിന്നും തിരിച്ച് 5:30 റിയാദിലെത്തും. ഇതിനിടയിൽ മജ്മയിൽ മാത്രമാണ് സ്റ്റോപ്പുള്ളത്. ഉദ്ഘാടനം പ്രമാണിച്ച് 1 മാസം ടിക്കറ്റ് നിരക്കിൽ വൻ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 വരെ മുതിർന്നവർക്ക് 40 റിയാലും കുട്ടികൾക്ക് 20 റിയാലുമാണ് നിരക്ക്. ട്രെയിൻ സർവീസ് അടുത്ത ഘട്ടത്തിൽ ഹായിൽ, അൽജഫ്, ഖുറയാത്ത് എന്നിവിടങ്ങളിലേക്ക് കൂടി നീട്ടും. ആദ്യ ദിനം തന്നെ സൗദി റെയിൽവേക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. പൊതുഗതാഗത സംവിധാനം കൂടുതൽ ജനകീയമാക്കാനുള്ള പദ്ധതികളാണ് അധികൃതർ ഇനി ആവിഷ്കരിക്കുക. റിയാദിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1. കേരളത്തിലെ ഫെഡറൽ ബാങ്കിന് ദുബൈയിൽ ശാഖ തുറക്കാൻ അനുമതി. ബഹ്റൈനിൽ പ്രതിനിധി ഓഫീസ് തുറക്കാനും ഫെഡറൽ ബാങ്കിന് അനുമതി ലഭിച്ചതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുബൈ ഫിനാൻഷ്യൽ സെന്ററിലാണ് ഫെഡറൽ ബാങ്ക് ശാഖ തുറക്കുക. ഹോൾസെയിൽ ബാങ്കിംഗ് സേവനങ്ങൾ മാത്രമാണ് ഈ ശാഖയിൽ നിന്ന് ലഭ്യമാവുക. ഗൾഫിലെ ബിസിനസ് സംരംഭങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുകയായിരിക്കും പ്രധാന സേവനമെന്ന് ഫെഡറൽ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗണേഷ് ശങ്കരൻ പറഞ്ഞു.
The idea would be whenever the DIFC comes up to participate in their trade, structured finance, working capital, etc. for businesses that we understand and for clients that we are comfortable with, we want to be a full service bank. So that essentially is the idea of DIFC. പ്രവാസികൾക്ക് നാട്ടിലെ ബാങ്കിൽ നിന്ന് ലോൺ ലഭ്യമാക്കാനുള്ള നടപടികൾ എളുപ്പമാക്കാൻ പുതിയ ശാഖയിലൂടെ കഴിയും. നമുക്ക് ഇവിടുന്ന് ലോൺ കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ലോൺ എടുക്കും. അതിനുള്ള സോഴ്സ് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്തു. നിലവിൽ ഫെഡറൽ ബാങ്കിന് അബുദാബിയിൽ പ്രതിനിധി ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ബഹ്റൈനിലും പ്രതിനിധി ഓഫീസ് തുറക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയത്. കുവൈത്ത്, ഖത്തർ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലും പ്രതിനിധി ഓഫീസിനായി ഫെഡറൽ ബാങ്ക് അനുമതി തേടിയിട്ടുണ്ട്. മീഡിയ 1 ദുബായ്. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ കുവൈത്ത് ഔഖാഫ് മന്ത്രാലയവുമായി സഹകരിച്ച് നടത്തുന്ന ചതുർദിന ഇസ്ലാമിക് സെമിനാർ സമാപിച്ചു. ഇസ്ലാം നിർഭയത്വത്തിന്റെ മതം എന്നതായിരുന്നു പ്രമേയം. വിവിധ സെഷനുകളായി ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. ഫർവാനിയ ഗാർഡൻ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ടെന്റുകളിലാണ് ഇസ്ലാമിക് സെമിനാർ നടന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം കുവൈത്ത് പാർലമെന്റ് അംഗം മുഹമ്മദ് ഹൈഫ് അൽ മുത്തേരിയാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. കുവൈത്ത് പാർലമെന്റിലെ മനുഷ്യാവകാശ സമിതി അധ്യക്ഷൻ ഡോക്ടർ ആദിൽ ജാസിം അൽ ദംഹി, ഔഖാഫ് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഫരീദ് അൽ ഇമാദി, അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ദാവൂദ് അൽ അസൂസി, മസ്ജിദുൽ കബീർ മേധാവി റൂമി അൽ റൂമി, ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ, ഇ.ടി. മുഹമ്മദ് ബഷീർ MP, M. വിൻസെന്റ് MLA തുടങ്ങി നിരവധി പ്രമുഖർ വിവിധ സെഷനുകളിലായി പങ്കെടുത്തു. 4 ദിവസം നീണ്ടുനിന്ന സെമിനാറിൽ മനുഷ്യാവകാശ സമ്മേളനം, സ്നേഹസംഗമം, വൈജ്ഞാനിക സമ്മേളനം, വനിതാ സമ്മേളനം, വിദ്യാർത്ഥി സമ്മേളനം, ടീൻസ് മീറ്റ് എന്നിങ്ങനെ 16ഓളം സെഷനുകൾ അരങ്ങേറി. സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. സയൻസ് വിഷ്വൽ ആർക്കേഡ് എന്ന പേരിൽ ഒരുക്കിയ ഇസ്ലാമിക് എക്സിബിഷൻ ജനശ്രദ്ധ ആകർഷിച്ചു. ഇസ്ലാഹി പ്രഭാഷകരായ ഹുസൈൻ സലഫി, മുജാഹിദ് ബാലുശ്ശേരി, അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ, TK അഷ്റഫ്, CP സലീം, PN അബ്ദുൽ ലത്തീഫ് മദനി തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. 2022 ഫിഫ ലോകകപ്പിനായി പുനർവികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഖത്തറിലെ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം 2017 അവസാനത്തോടെ പ്രവർത്തന സജ്ജമായേക്കും. ലോകകപ്പ് സ്റ്റേഡിയങ്ങളിൽ ആദ്യം പൂർത്തിയാകുക ഖലീഫ സ്റ്റേഡിയമായിരിക്കുമെന്ന് നാസർ അൽ ഖാദർ പറഞ്ഞു. ശേഷം അൽഖോറിലെയും അൽ വക്രയിലെയും സ്റ്റേഡിയങ്ങളും തുറക്കും. 2018 അവസാനത്തോടെയാണ് ഇവയുടെ നിർമ്മാണം പൂർത്തിയാവുക. അൽ റയാൻ, ഖത്തർ ഫൗണ്ടേഷൻ സ്റ്റേഡിയങ്ങൾ 2019 തുറക്കും. മറ്റു സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും 2020 അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് അൽ ഖാദർ വ്യക്തമാക്കി. ഖത്തറിൽ പ്രവാസിയായിരുന്ന കണ്ണൂർ ധർമ്മടം റസീന മൻസിലിൽ യൂസഫ് കുയ്യാണ്ടത്തിൽ അന്തരിച്ചു. ഷെമാലിൽ സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനായിരുന്നു. 46 വയസ്സായിരുന്നു. ഖബറടക്കം നാളെ രാവിലെ 10-ന് ധർമ്മടം ജുമാ മസ്ജിദിൽ നടക്കും. കണ്ണൂർ മാടായി സ്വദേശി ഹൃദയാഘാതം മൂലം മരിച്ചു. പുതിയങ്ങാടി സഫിയ മൻസിലിൽ കാനിരിക്കൽ തേയക്കണ്ടി മുഹമ്മദ് അലിയാണ് മരിച്ചത്. ഇത്തിഹാദ് കമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. റസീന മുഹമ്മദാണ് ഭാര്യ. വാർത്തകൾ തുടരുന്നു. സൗദി മധ്യപ്രവിശ്യയുടെ ഗതാഗത ചരിത്രത്തിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന ട്രെയിൻ സർവീസിന് അൽ ഗസീമിൽ ഊഷ്മള വരവേൽപ്പ് നൽകി. റിയാദിൽ നിന്നും ഗസീമിലെത്തിയ ആദ്യ ട്രെയിനെ സ്വീകരിക്കാനും നിരവധി സ്വദേശികളും വിദേശികളും റെയിൽവേ സ്റ്റേഷനിലെത്തി. റിയാദിൽ നിന്നും 320 യാത്രക്കാരുമായി ഉച്ചക്ക് 12:30 ബുറൈദിലെത്തിയ ട്രെയിനിന് ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത്. റോസാപ്പൂക്കളും മധുരപലഹാരങ്ങളും പഴച്ചാറുകളുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാരെ അധികൃതർ സ്വീകരിച്ചു. റൂട്ടിലെ ആദ്യ യാത്രയുടെ അനുഭവം പങ്കുവച്ച യാത്രക്കാർ ആകർഷകമായി സംവിധാനിച്ച സ്റ്റേഷനിൽ സമയം ചെലവഴിച്ച ശേഷമാണ് മടങ്ങിയത്. യാത്രക്കാർക്കായി സബ്കോ ബസ്സുകളും ഒരുക്കിയിരുന്നു. നഗരമധ്യത്തിലെ ബസ് സ്റ്റേഷനിലേക്കും തിരിച്ചും 20 റിയാൽ വീതം ഈടാക്കുന്ന ഈ സർവീസ് ആദ്യ ഒരാഴ്ച തികച്ചും സൗജന്യമാണ്. മലയാളികളടക്കം നിരവധി വിദേശികളും ആദ്യ ട്രെയിനിലെത്തുന്ന വേളയിൽ സ്റ്റേഷനിലെത്തിയിരുന്നു. റോഡ് മാർഗം റിയാദിലെത്താൻ 4 മുതൽ 5 മണിക്കൂർ വരെ വേണ്ട സ്ഥാനത്ത് 2.5 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്നത് പ്രവാസികൾക്കും അനുഗ്രഹമാവും. പൊതുവെ ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ആശ്വാസമായി. കാരണം റിയാദിൽ പോയി വരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നേരെ കയറി ചെന്ന് കഴിഞ്ഞാൽ തലസ്ഥാനത്ത് പോയി എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചെത്താം, എത്രയും പെട്ടെന്ന് തിരിച്ചെത്താം. അതായത് ബുറൈദന്റെ ഒരു മുഖച്ഛായം തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ബുറൈദ അല്ലാസിയ ഹൈവേക്ക് സമീപത്താണ് അൽ ഖസീം സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഹായിൽ ഉൾപ്പെടെ വടക്ക് ഭാഗത്തേക്ക് കൂടി സർവീസ് ആരംഭിക്കുന്നതോടെ ബുറൈദയിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്വദേശികൾക്കും വിദേശികൾക്കും ട്രെയിൻ സർവീസ് ഏറെ അനുഗ്രഹമാവും. ബുറൈദയിൽ നിന്നും ക്യാമറാമാൻ ഷിഹാബ് പൂക്കിപ്പറമ്പിനും അസ്ലം കൊച്ചുകലിങ്ങിനുമൊപ്പം റബി മുഹമ്മദ്, മീഡിയ 1 റിയാദ്. ഖത്തറിലെ പ്രമുഖ റീറ്റെയിൽ ഗ്രൂപ്പായ ലോജിക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 23ാമത്തെ ഔട്ട്ലെറ്റ് ലോജിക് ഫുഡ് സെന്റർ അൽഖോറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ വർഷം തന്നെ പുതിയ 4 ഔട്ട്ലെറ്റുകൾ കൂടി ഖത്തറിൽ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ലോജിക് ഗ്രൂപ്പ് മാനേജ്മെന്റ്. ഖത്തറിലുടനീളം ശാഖകളുള്ള ലോജിക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 24ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്.
ലോജിക് ഫുഡ് സെന്റർ എന്ന പേരിൽ അൽഖോറിൽ ആരംഭിച്ച സ്ഥാപനം ഉൾപ്പെടെ നിലവിൽ 23 ഔട്ട്ലെറ്റുകളാണ് ലോജിക് ഗ്രൂപ്പിന് കീഴിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഈ വർഷം തന്നെ പുതിയ 4 ഔട്ട്ലെറ്റുകൾ കൂടി ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. 2017 ഫിനിഷ് ആകുമ്പോഴേക്കും വി ആർ പ്ലാനിങ് 4-3 ബ്രാഞ്ചസ് അഗൈൻ. അതിലും നിർത്തുന്നില്ല. ദ ലിസ്റ്റ് ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട് അഗൈൻ. ഇൻഷാല്ലാ ഞങ്ങൾ ഇവിടെ തന്നെ ഈ ഖത്തർ മാർക്കറ്റിലെ നമ്പർ 1 റീറ്റെയിൽ ഇൻഡസ്ട്രിയിലും ഒരുപാട് പ്ലാൻസ് ഉണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വോയിസ് ഓഫ് കേരള റേഡിയോ അവതാരകരായ റജി മണ്ണയിലും മെലീനയും ചേർന്നൊരുക്കിയ റോഡ് ഷോയും വിവിധ മത്സരങ്ങളും അരങ്ങേറി. പ്രമുഖ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കായ ഉരീദുവിന്റെ എക്സ്ക്ലൂസീവ് പ്രീമിയം പാർട്ണർ കൂടിയാണ് ലോജിക് ഗ്രൂപ്പ്. We are also an exclusive Ooredoo premium partners in Qatar. We have outlets in all our shops. We have 13 and expanding every day. ലോജിക് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ TVH യൂസഫ്, CEO മുഹമ്മദ് സിറാജ്, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി, ജനറൽ മാനേജർ ഷംസുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ സംജിത്ത്, പേഴ്സണൽ മാനേജർ നജീബ് പി സൈദു തുടങ്ങിയവർ സംബന്ധിച്ചു. മീഡിയ 1 ദോഹ. സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് ടി ഷാക്കിറിന് മദീനയിൽ സ്വീകരണം നൽകി. ഇസ്ലാം സന്തുലിതമാണ് എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി. പ്രവാചകൻ എന്ന വ്യക്തിത്വത്തെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോളത്തിൽ ഒതുക്കാൻ കഴിയാത്തതുപോലെ ഇസ്ലാമിനെയും വേർതിരിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്ലാം സമഗ്രമാണ് എന്നതോടൊപ്പം സന്തുലിതവുമാണെന്നും ടി ഷാക്കിർ അഭിപ്രായപ്പെട്ടു. തനിമ ഓർഗനൈസർ ബഷീർ കോഴിക്കോടൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുനീർ പടിഞ്ഞാറ്റുമുറി സ്വാഗതവും സിദ്ദിഖ് ഫറൂഖ് നന്ദിയും പറഞ്ഞു. ഇതോടുകൂടി മിഡ് ഈസ്റ്റ് അവർ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.